എങ്ങനത്തെ ഒരു പടമായിരിക്കും എമ്പുരാൻ? അതിഗംഭീര സിനിമയായിരിക്കും. കാറ് വരുമ്പോൾ നമുക്ക് ലാലേട്ടൻ തന്നെ കാണാം. അത് നിങ്ങൾക്ക് ഇനി എന്താണ് സിനിമ കാണാൻ മനസ്സിലാവും. നമ്മൾ കാണുന്ന പോലത്തെ ഒന്നും ഒരു യൂണിറ്റ് ഒന്നും അല്ല അവിടെ വരുന്നത്. നമ്മൾ അത്ഭുതത്തോട് എന്ത് എനിക്ക് തോന്നുന്നു എമ്പുരാന് ശേഷം എമ്പുരാന് മുൻപും പിൻപെന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടാവണം. നമുക്ക് എല്ലാവർക്കും നല്ലതല്ലേ. പൃഥ്വിരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വലിയ സപ്പോർട്ടാണ് എൻ്റെ ലൈഫിൽ. എൻ്റെ വലിയ മാറ്റങ്ങൾക്കൊക്കെ കാരണക്കാരൻ അദ്ദേഹമാണ്. ജയ്സേട്ടനായിട്ട് അന്ന് ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു സാറിന്റെ ഒറിജിനൽ പിസ്റ്റളാണ് ജയ്സേട്ടൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് തന്നത്. ഒറിജിനൽ പിസ്റ്റളാണ് സാർ തന്നത്. അതുപോലെ സാറ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറിന്റെ ഫ്ലാറ്റിൽ തന്നെ കൊണ്ട് സാറിന് അന്ന് ഞാൻ അത്ഭുതത്തോടെ കണ്ടു. ചെറിയ വേഷമാണെങ്കിൽ ഞാനൊരു സീനില്ലെങ്കിൽ കൂടെ നിർത്തോന്ന് ലാലേട്ടൻ്റെ കൂടെ ഡയലോഗ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മതി മതി മതി. പിന്നെ ഇപ്പോൾ ലാലേട്ടനെ പറ്റി എവിടെ എന്ത് വാർത്ത വന്നാലും അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ ഞാനുണ്ട്. എമ്പുരാനില് ഉണ്ടാവുമെന്നിങ്ങനെ ഞാൻ ഉള്ളിലൂടെ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാരും ഒരു കാര്യം പുറത്തു പറയില്ല. നമ്മുടെ കാപ്പയുടെ ഷൂട്ട് ട്രിവാൻഡ്രത്ത് ഇറങ്ങണം. എനിക്കാണെങ്കിൽ അന്ന് ഭയങ്കര ലൂസ് മോഷനും പനിയും. പൃഥ്വിരാജിനെ വിളിച്ചിട്ട് അതെ എൻ്റെ ഈ ഫാമിലി പാക്ക് ആയ കാരണം അവിടെ ഇവിടെയൊക്കെ വയറിങ്ങനെ തള്ളി നിൽക്കും. ജയ്സെ എമ്പുരാനില് ലൂസിഫറിന്റെ കണ്ടിന്യൂറ്റി ക്യാരക്ടർ പാഡ് വേണ്ടാത്ത വയറൊക്കെ ഒഴിവാക്കിക്കൊള്ളണം തോന്നും. അന്നേരത്തെ നേരെ ഉണ്ടായിരുന്ന പനിയും ക്ഷീണവും എല്ലാം പോയി. സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് കുറച്ച് നാള് ബെഡ് റിഡൻ ആയിട്ടുള്ളൊരു നമ്മൾ നെർവിനെ ബാധിക്കുന്നത് ഫുൾ പാരലൈസ് ആയി. അന്ന് രാത്രി പോയില്ല, ഒരു 6 മണിക്കൂറും കൂടി വൈകി ഞാൻ കുറെ കാലം കിടന്നു പോയത്. ഒരു ഇഞ്ചക്ഷൻ 1 ലക്ഷം രൂപ, അങ്ങനെ 10 ഇഞ്ചക്ഷൻ. അപ്പോൾ അതിൽ തന്നെ അവേ എന്നായി. എന്തൊരു വലിയ പരിപാടി നടക്കാൻ പോകുന്നുണ്ടോ നാളത്തെ? ബൈബിളില് ദൂർത്തുപുത്രനെ തിരിച്ചു അപ്പൻ മറ്റേ വീടും ഇതെല്ലാം ഒരുക്കി കാത്തിരുന്ന് പറഞ്ഞവര് ഞങ്ങളുടെ ദൂർത്തുപുത്രി അമേരിക്കയിൽ നിന്ന് പറഞ്ഞാറും കൂടി അപ്പനെ തിരിച്ചിട്ട് സന്തോഷത്തില് എല്ലാവരും തിരിച്ചു വിരുന്നൊരുക്കുകയാണ്. എല്ലാരും കാത്തിരിക്കുകയാണ് ചേട്ടനെ അങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞോണ്ട്. ഫ്രണ്ട്സ് ആരെങ്കിലും എന്റെ എക്സൈറ്റ്മെന്റോടുകൂടി ചോദിച്ചു എമ്പുരാന്റെ കഥ എല്ലാം വീട്ടിൽ വന്ന് പറയാറുണ്ടോ എന്നൊക്കെ ചോദിച്ചോ? ഇല്ലേ? റെഡി 1 2 3 താങ്ക് യു സോ മച്ച്. നിങ്ങൾ കാരണം എന്റെ ഫാമിലിക്ക് ഓൾ ദി ബെസ്റ്റ് ബെല്ലായിട്ട് പറയുന്നു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. ഹായ് ഹലോ നമസ്കാരം. ലൈഫ് നെറ്റ് ടി വിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജു എബ്രഹാം. ഗുമസ്തൻ, ലൂസിഫർ, കടുവ, കൊറോണ പേപ്പേഴ്സ് എന്നിങ്ങനെ ഒരു പിടി സിനിമകളിലൂടെ നമുക്ക് ചിരപരിചിതനായിട്ടുള്ള ഒരു ഗസ്റ്റാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ സ്വന്തം ജെയ്സ് ജോസ് ജെയ്സിയേട്ടൻ. അപ്പോൾ ജെയ്സിയേട്ടനെ സ്വാഗതം ചെയ്യുന്നു എത്രയും സ്നേഹപൂർവ്വം ലൈഫ് നെറ്റ് ടി വിയിലേക്ക്. താങ്ക് യു. ഉറപ്പായിട്ട് ലൂസിഫറിൽ വിളി വന്നു. ആ വിളി വന്നപ്പോൾ തന്നെ വളരെ സന്തോഷം ഉണ്ടായുള്ളൂ. ആ ഒരു മെമ്മറീസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അതായത് ആദ്യം എന്നോട് അതിനകത്തൊരു ക്യാരക്ടർ, ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടറാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ആ ക്യാരക്ടർ അപ്പോൾ അസോസിയേറ്റ് വാവയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ വാവ എൻ്റെ അടുത്ത് പറഞ്ഞു ജെയ്സ് ഇങ്ങനെയാണ് ക്യാരക്ടർ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കോളൊന്നും വരാണ്ടാകുമ്പോൾ എൻ്റെ ഉള്ളിൽ ടെൻഷൻ, എന്താ വിളിക്കാത്ത ഇങ്ങനെ ലൂസിഫർ പൃഥ്വിരാജ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു പരിപാടി. കാരണം എനിക്ക് അദ്ദേഹം ആദമൊക്കെ ചെയ്യുമ്പോൾ ആളുടെ ഒരു ജിന്നൻ്റെ കൂടെ ഇരുന്ന ആളുടെ ചിന്ത, ആളുടെ അതെനിക്ക് അന്നേ അറിയാം, കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ദൈവം ആൾ ചെയ്യുന്ന പടം എന്തായാലും ഒരു സംഭവമായിരിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ അതിൽ ഭാഗമാവാൻ പറ്റുന്ന അതിൽ ലാലേട്ടൻ ഹീറോ. അങ്ങനെ നിൽക്കുമ്പോൾ വെളിയില്ലാണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു, വാവേ എന്താണ് ജയ്സോ ഒരു കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ചെറുതായി. അപ്പോൾ ആ പരിപാടി ആ ക്യാരക്ടർ അത് ഇത് ചെയ്തു, ആ ക്യാരക്ടർ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ചെയ്യാം, എന്തെങ്കിലും എനിക്കതിനകത്ത് ഒരു സംഭവമുണ്ട്, ഞാൻ നോക്കട്ടെ. ഡയലോഗ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഞാൻ മതി 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 എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ചെല്ലുന്നു, ഒരു നടത്തം മാത്രം നടന്നു വരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ അങ്ങനെ ലൂസിഫർ ഇറങ്ങാൻ പോകുന്നു, എല്ലാ കാര്യങ്ങളും പുറത്ത് വരുമ്പോൾ അന്ന് ഞാനും മാർത്താണ്ഡനും ഒരുമിച്ചൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോഴാണ് കാലത്ത് തന്നെ എനിക്കൊരു 5:05 എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ദുബായിക്ക് പോകും. പോണ വഴിക്ക് അവൻ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ ലാലേട്ടൻ്റെ അപ്പുറത്തിപ്പുറത്ത് ഞാനും ഷാജോണും നിൽക്കുന്ന വലിയ ഫ്ലെക്സ് വന്നപ്പോൾ അവൻ എൻ്റെ വെളുപ്പിന് 5:05 നേരത്ത് ഇവനെന്താ വിളിക്കണമെന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോൾ ചോദിച്ചാൽ നീയും നിൻ്റെ കിട്ടിലൊരു ഫ്ലെക്സ് വന്നിരിക്കണോടാ, ലാലേട്ടൻ്റെ അപ്പുറത്ത് നീയും ഷാജോണുമായിട്ട് വലിയ ഫ്ലെക്സ്. എവിടെയാ ചോദിച്ചു? എയർപോർട്ടിൻ്റെ അടുത്താന്ന് പറഞ്ഞു. ഉറങ്ങിക്കിടന്ന വാർത്താൻ്റെ അടുത്ത് വാർത്താൻ്റെ എണീക്കുക, വാർത്താൻ എന്ത് പറഞ്ഞാൽ അങ്ങനെ എയർപോർട്ടിൻ്റെ അവിടെ ഇങ്ങനെ ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ഫ്ലെക്സ് വന്നിട്ടുണ്ട്, അതും ലൂസിഫറിൻ്റെ ഫ്ലെക്സ് വന്നിട്ടുണ്ട്, നമുക്ക് പോയി കണ്ടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ മാർത്താണ്ഡൻ എൻ്റെ സന്തോഷം ത്രില്ലൊക്കെ കണ്ടപ്പോൾ ശരി വാ എന്ന് പറഞ്ഞു. പാവത്തിൻ്റെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ഞങ്ങളുടെ കാർ ഓടിച്ച് നേരെ പോയിപ്പോൾ കൊച്ചി എയർപോർട്ടിൻ്റെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ നിൽക്കണം. അതിൻ്റെ താഴെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അതൊക്കെ ഭയങ്കര ത്രില്ലിങ് മൂമെൻ്റായി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ തീരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ട്രെയിലറിൽ അതിലും വലിയൊരു അവസരം കിട്ടും. അതൊരു ഭയങ്കര റീച്ചായി പോയത്. പിന്നെ അതിൽ മറ്റേ സോങ് വരുമ്പോഴും മറ്റേ ഒരു സോങ് ഉണ്ടായിരുന്നല്ലോ, അതിനകത്താണെങ്കിലും ഈ കട്ട്സുകൾ ഇങ്ങനെ സ്ലോ മോഷൻ കട്ട്സുകളിലൊക്കെ ഈ ഇത്. പിന്നെ ഇപ്പോൾ ലാലേട്ടനെ പറ്റി എവിടെ എന്ത് വാർത്ത വന്നാലും
അതെ, അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ ഞാനുണ്ട്. അപ്പോൾ അതൊരു ആളുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവം ആളെ പറ്റി എന്ത് വാർത്ത വരുമ്പോഴും ഒരു കട്ട് ലൂസിഫറിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഭയങ്കര റിമാർക്കബിൾ ആയിട്ടല്ലേ നമ്മളെ എപ്പോഴും ചേർത്ത് വെക്കാവുന്ന രീതിയിലുള്ള ഫ്രെയിം കിട്ടി. അതെ അതെ കിട്ടി. അത് കഴിഞ്ഞ് എമ്പുരാനിലേക്ക് വന്നപ്പോൾ എമ്പുരാനിലേക്ക് ഒരു വിളി വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, എംപ്ലോയറിൽ വിളിക്കുവോ വിളിക്കില്ലേ, ആ ഒരു വിളി എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? അത് എമ്പുരാനില് ഉണ്ടാവുമെന്ന് ഇങ്ങനെ ഞാൻ പിന്നെ ഉള്ളിലൂടെ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാവയോട് ചോദിക്കുമ്പോൾ വാവ പറയും ഒന്നും പറയാനായിട്ടില്ല ചേച്ചി, കാരണം അവരാരും ഒരു കാര്യം പുറത്തു പറയില്ല. പിന്നെ ആ ഡയറക്ടർ മണി ഇതുപോലെ നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് മണിയോട് വല്ലതും പറഞ്ഞു ഉണ്ടെന്നായിരിക്കടാ, എന്തായാലും അതിലെല്ലാവരും തന്നെ ഉണ്ടെന്നാ പറയണേ. അപ്പം ഞാനിങ്ങനെ ദൈവം ഉണ്ടാവണേ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ കാപ്പയുടെ ഷൂട്ട് ട്രിവാൻഡ്രത്ത് എടുക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ അന്ന് ഭയങ്കര ലൂസ് മോഷനും പനിയും. എനിക്ക് ഫൈറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. പക്ഷെ ഞാനാണെങ്കിൽ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞു ഞാൻ ഒരു വിധത്തിൽ മറ്റേ ഓവാർസ് കുടിക്കുന്നു, ആരും അറിയാണ്ട് ഡോള എടുത്ത് കഴിക്കുന്നു, അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഡോള ശരിക്കും 6 മണിക്കൂർ കൂടുമ്പോൾ ഞാൻ 3 മണിക്കൂർ കൂടുമ്പോൾ കഴിക്കാൻ തുടങ്ങി, കാരണം എനിക്ക് നിൽക്കാൻ. അങ്ങനെ ഒരു ഫൈറ്റിൽ ഇടിച്ചിട്ട് ഞാൻ തിരിഞ്ഞ് വീണ്ടുമ്പോൾ എനിക്ക് കൈയൊന്നും മാറ്റാൻ പറ്റില്ല, ഞാൻ അടിച്ചങ്ങ് വീണു. എൻ്റെ കൈ പോയി ജസ്റ്റ് കൈ മാറ്റാൻ പറ്റിയില്ല, നമുക്ക് അത്രയും ടയർഡാണ്. വീണ് ഞാൻ എണീറ്റ് അങ്ങനെ ഭയങ്കര നെഞ്ചൊക്കെ വേദന എടുത്തിട്ട് അപ്പോൾ എനിക്ക് എല്ലാവരും തിരിച്ച് ഫൈറ്റ് മാസ്റ്റർ എണീക്കെന്ന് പറയുമ്പോൾ എണീക്കാൻ പറ്റണ്ട, ഞാൻ പോയി ഇത് പറഞ്ഞ് കിടക്കുക. അപ്പോഴത്തേക്കും ബ്രേക്ക് പറഞ്ഞു. നല്ല നെഞ്ചൊക്കെ വേദന എടുത്തിട്ട് തകർന്ന് ഇങ്ങനെ വയ്യാണ്ട് എണീറ്റ് നിൽക്കുമ്പോഴാണ് പൃഥ്വിരാജ് എന്നെ വിളിച്ചിട്ട് അതെ അപ്പോൾ എൻ്റെ ഈ ഫൈറ്റിൽ ചവിട്ട് കൊള്ളുമ്പോൾ മറ്റേ പാഡ് കിട്ടുമല്ലോ, ഈ പാഡ് വലിച്ചു കെട്ടിയപ്പോൾ എൻ്റെ ഈ ഫാമിലി പാക്കായ കാരണം അവിടെ ഇവിടെയൊക്കെ വയറിങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു ജയ്സേ എമ്പുരാനിൽ ലൂസിഫറിൻ്റെ കണ്ടിന്യൂറ്റി ക്യാരക്ടറാണ്, ഈ മറ്റേ പാഡ് വേണ്ടാത്ത വയറൊക്കെ ഒഴിവാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. അന്നേരത്തിൽ നേരെ ഉണ്ടായിരുന്ന പനിയും ക്ഷീണവും എല്ലാം പോയി. ഓ ആണോ, എന്ത് ചെയ്തോളാം, അല്ല ഞാൻ എന്തും ചെയ്തോളാം. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് ഞാനത് അറിയണത്. പക്ഷെ ആ സമയത്ത് എൻ്റെ കിട്ടിയ എനർജി ആയിരുന്നു അത്. പിന്നെ ഉള്ളിൽ സന്തോഷമായി, അസുഖത്തിൻ്റെ ഒക്കെ മാറി ഞാൻ ഭക്ഷണം കഴിച്ച് ബ്രേക്ക് ചെയ്ത് ഫൈറ്റൊക്കെ ചെയ്ത് അവിടെ നിന്നാണ് എമ്പുരാനിൽ ഉണ്ടെന്ന് അറിയുന്നതെന്ന് പറയുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എമ്പുരാൻ ഷൂട്ട് തുടങ്ങാനുള്ള ഒരു കാത്തിരിപ്പ്. അതെ 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 കാത്തിരിപ്പ്. പിന്നെ എല്ലാവരും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എമ്പുരാനിലുണ്ടോ എമ്പുരാനിലോ. അപ്പോൾ എനിക്കാണെങ്കിൽ നമ്മുടെ വായിൽ നിന്നൊന്നും പോകരുതല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഉണ്ടെന്ന് പറയാനും പറ്റുന്നില്ല. അപ്പം ഞാൻ ഉണ്ടാവും, പ്രാർത്ഥിച്ചിട്ട് ഉണ്ടാവേണ്ടതാണ്, ഉണ്ടാവുമെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ തള്ളി നീക്കണല്ലോ. അവരുടെ കയ്യിൽ നിന്ന് തന്നെ അത് പുറത്ത് വരുന്നവരെല്ലാം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ജയ്സേട്ടൻ്റെ ആംഗിളിൽ എങ്ങനത്തെ ഒരു പടമായിരിക്കും എമ്പുരാൻ? അതിഗംഭീര സിനിമയായിരിക്കും. നമ്മൾ മലയാള സിനിമയുടെ വേറൊരു ഇതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ KGF ഒക്കെ വന്നപ്പോൾ കന്നഡയിലൊക്കെ ഉണ്ടായ മാറ്റം പോലെ മലയാള സിനിമ ഒരു വേറെ ലെവലിലേക്ക് മാറുന്ന അത്രയ്ക്കും ഗംഭീരം മേക്കിങ്ങും പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ ഒരുപാട് പറഞ്ഞാൽ മതിയാവില്ല, അത്രയ്ക്കും ഗംഭീരം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇതിനകത്ത് തന്നെ പറഞ്ഞ കാര്യമാണ്, എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് മുരളിഗോപിയെ പോലെ ഒരു റൈറ്റർ അദ്ദേഹം എഴുതിയത് പൃഥ്വിരാജ് വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് പുറത്തു വരുന്നത് പുള്ളി ചെയ്യുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ തോന്നലാണ്, അതൊന്നും വിലയിരുത്താനുള്ള ആളെന്ന് ഞാൻ ആയിട്ടില്ലെങ്കിലും നമ്മുടെ ഒരു ചെറിയ അറിവിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം തോന്നിയിട്ടുണ്ട്. കാരണം ആളുടെ മനസ്സിലെല്ലാം ഉണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓരോ സംഭവങ്ങളും. ഞാൻ പറഞ്ഞില്ല, കാറ് വരുമ്പോൾ നമുക്ക് ലാലേട്ടൻ തന്നെ കാണാം. ആ ലാലേട്ടനെ വരുന്നത് അത് നിങ്ങൾക്ക് ഇനി എന്താണെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആ കാറിന് വരുന്ന ലാലേട്ടനെ വരുന്നത് അത്രയ്ക്കും അതിൻ്റെ ഓരോ കാര്യങ്ങളും അതുപോലെയാണ്. ക്യാമറയുടെ ആംഗിളും കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ട് അത് അങ്ങനെ അത്രയ്ക്കും അത് ഞാൻ പറഞ്ഞത് അതൊരു കാര്യം. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇപ്പം നമ്മളാണെങ്കിലും നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മളിങ്ങനെ നിന്നൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വന്ന് ഡോർ തുറക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോർ തുറക്കുന്നതല്ല ആളുടെ മനസ്സിലും. അത് മറ്റുള്ളവർ പറയുന്നില്ല, ആൾ വന്ന് നിന്ന് ഡോറ് തുറന്ന് കാണിക്കും. അതുപോലെ ചെയ്താൽ മതി, കറക്റ്റായിരിക്കും. അത് വേറെ സാധനമായിരിക്കും. അങ്ങനത്തെ ഡയറക്ഷനാണ്. അപ്പം പല ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്തു. അതിൽ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പോഴാണ് ഭയങ്കരമായിട്ട് വാചാലനാവുന്നത്. അല്ല അങ്ങനെയല്ല, ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞോണ്ടായിരുന്നു. എല്ലാ ഡയറക്ടേഴ്സും അവരവരുടേതായ ഭാഗങ്ങൾ. ഞാൻ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു പടത്തിൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ ടൈം ആയതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്കും അതിലേക്ക് വാചാലനായത്. പ്രിയദർശൻ സാറ് നമ്മൾ ഒരുമിച്ച് ചെയ്ത പടമാണല്ലോ, സാറിൻ്റെയൊക്കെ വേറൊരു പരിപാടിയായിരുന്നല്ലോ. സാറും ഡയറക്റ്റ് ചെയ്യുന്ന എനിക്ക് അതും നമ്മൾ വേറൊരു അത്ഭുതം പോലെ തോന്നിയിട്ടില്ല. സാറ് മോണിറ്ററിൽ പോയിരുന്നല്ല, നമ്മുടെ മുഖത്ത് നോക്കിയിട്ടല്ലേ ഇങ്ങനെ പറഞ്ഞു ഓക്കെ ഡയലോഗ് ഓക്കെ അത് ബാക്കിയെല്ലാവരും അത് സാറ് വേറെ ടൈപ്പ് ആയിരുന്നല്ലോ.
സാർ അവിടെ സ്പോട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഒന്നുമില്ല. അത് എന്തൊരു ബ്രില്യൻ്റ് ആണ് പ്രിയദർശൻ സാർ. അത് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി, ഓരോ വ്യത്യസ്തരാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ. ജയ്സേട്ടനായിട്ട് അന്ന് ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു സാറിന്റെ ഒറിജിനൽ പിസ്റ്റളാണ് ജയ്സേട്ടൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് തന്നത്. ഒറിജിനൽ പിസ്റ്റളാണ് സാർ തന്നത്. അതുപോലെ സാറ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറിന്റെ ഫ്ലാറ്റിൽ തന്നെ കൊണ്ട് സാറിന് പോകും. അന്ന് ഞാൻ അത്ഭുതത്തോടെ കണ്ടു. അപ്പോൾ ആളുടെ അന്ന് തൊട്ടുള്ള ഈ ഫോട്ടോസുകളെല്ലാം ആയിരിക്കും ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റുകളിൽ. ഒരു ഭാഗ്യമല്ലേ ലൈഫിൽ. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും എമ്പുരാന്റെ പോസ്റ്റർ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയതിന് ശേഷം ചേട്ടനെ കോൺടാക്ട് ചെയ്തോ? പിന്നെ ഒരുപാട് പേര് മെസ്സേജായിട്ടും കോളായിട്ടും ഒരുപാട് കോൾ വന്നു. നമ്മുടെ എല്ലാവരും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എമ്പുരാനിൽ ഒരുപാട് ടെക്നോളജി നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ക്യാമറകൾ, എക്യുപ്മെന്റ്സ്, ടെക്നോളജി അതൊക്കെ കാണുന്ന പോലത്തെ ഒന്നും ഒരു യൂണിറ്റ് ഒന്നും അല്ല അവിടെ വരുന്നത്. 2 ബസ്സൊക്കെ എന്ന് വെച്ചാൽ വേറൊരു പരിപാടിയാണ്. നമ്മൾ അത്ഭുതത്തോട് എന്തത്. പക്ഷെ അതിന് ഗുണങ്ങളാണ് പറഞ്ഞത്. അത് ആ സിനിമ നമ്മുടെ മലയാള സിനിമയുടെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പടമായി അത് മാറുമായിരിക്കും ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു എമ്പുരാന് ശേഷം എമ്പുരാന് മുൻപും പിൻപും എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും നല്ലതല്ലേ സംഭവിക്കും. അപ്പോൾ ഒരു ഫാമിലിയുടെ ഒരു പിന്തുണ എത്രമാത്രം ഉണ്ട് ഈ ഒരു കരിയറിൽ? ഫാമിലിയിൽ സപ്പോർട്ടേ ഉള്ളൂ. ഒട്ടും അതായത് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. അത് ദുബായിൽ ഞാൻ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ബിസിനസ് തുടങ്ങി. ബിസിനസ് അത്യാവശ്യം നല്ല രീതിയിൽ പോയി. ഞാൻ ബുർജ് ഖലീഫയുടെ 15 ഫ്ലോർ തന്നെ ഗ്ലാസ് അലുമിനിയം കോൺട്രാക്ടർ ആയത്. ഇപ്പോൾ വേൾഡ് ഏറ്റവും വലിയ ബിൽഡിങ്ങിൻ്റെ അപ്പോൾ നമ്മുടെ ഒരു പ്രൊഫൈൽ വെച്ച് കഴിഞ്ഞാൽ എവിടെയും വർക്ക് കിട്ടുന്ന ലെവലിൽ എത്തി നിൽക്കുമ്പോഴാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ ദുബായിലാണ് ഉള്ള ആളായതുകൊണ്ടാണ്. വൈഫിൻ്റെ അപ്പനും അമ്മയും ബ്രദറും ഒക്കെ ദുബായിലാണ്. അപ്പോൾ അതങ്ങനെയാണ് കല്യാണം കഴിക്കുമ്പോൾ ദുബായ് ജോലിയുള്ള ഒരാൾ അല്ലെങ്കിൽ ബിസിനസ്സുകാരെന്നുള്ള രീതിയിൽ കല്യാണം കഴിച്ചിരുന്നത്. നിർത്തി വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടായിരുന്നു. പിന്നെയും നമ്മുടെ റിലേറ്റീവ്സ് കുറേ പേരുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും നമ്മളെപ്പറ്റി ടെൻഷൻ ഉള്ളതുകൊണ്ട് ഒരു ദിവസം മറ്റേ വീട്ടിലെല്ലാവരും കൂടി നിൽക്കുമ്പോൾ വൈഫിനെ വിളിച്ചിട്ട് നീയാണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അവളോട് ചൂടായി നോക്കിയപ്പോൾ അതിനെ അത്ഭുതപ്പെടുത്തിയിട്ടായിരുന്നു അവൾ മറുപടി പറഞ്ഞു. പുള്ളിയുടെ ആഗ്രഹവാദമാണെങ്കിൽ നമ്മൾ കൂടെ നിൽക്കല്ലേ വേണ്ടത്. അടിപൊളി 5 ഡയലോഗ് കൊടുത്ത് അതോടുകൂടി എല്ലാവരും നിങ്ങൾക്കൊരു കുഴപ്പമില്ല, പിന്നെ ഞങ്ങളുടെ കുഴപ്പമെന്നുള്ള ഒരു ദൈവാനുഗ്രഹം എപ്പോഴും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് താഴെ വീഴലും അപകടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. അപ്പോൾ കൂടെ നിന്നിട്ടുണ്ട് ഏറ്റവും എടുത്തോണ്ട് ഭാര്യ, പിന്നെ എൻ്റെ ബ്രദർ. എനിക്ക് ഒരു വലിയൊരു സ്റ്റേജ് ലൈഫിലല്ലേ ഒരു സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് കുറച്ച് നാൾ ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരു പ്രാവശ്യമൊന്നുമല്ല. അത് ആദ്യം പപ്പയും മമ്മി അനുഭവിച്ച് 2 കാലം ഒരുമിച്ച് ഒടിച്ചു. അത് കഴിഞ്ഞ് ഈ കയ്യിലെ പാട് കണ്ടോ, ദുബായിൽ ഗ്ലാസ് ബിസിനസ്സാണ്, അലുമിനിയം വർക്ക് അടങ്ങിൻ്റെ അടിയിൽ പോയെന്നോ. അപ്പോൾ ബ്ലാസ്റ്റ് ഒന്ന് പിടിച്ച് മൊത്തം അങ്ങോട്ട് കയറി 2 കൈ ഇങ്ങനെ ബ്ലാസ്റ്റ് ഇട്ടിരുന്നു. ഈ 2 കൈ ഇങ്ങനെ ബ്ലാസ്റ്റ് ഇട്ട് ഒരു കാലങ്ങളിൽ ഇരിക്കേണ്ടതെന്ന് ഉണങ്ങുന്നവരെ ഇരിക്കണ്ടേ. അപ്പോൾ അതാണ്. അപ്പോൾ അതിന് കഴിക്കണത് നമ്മുടെ ബാക്കി എല്ലാ പ്രവർത്തികളും ഒന്നും നടക്കില്ലല്ലോ. അവിടെയാണ് ഭാര്യ ഇവിടെ എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികളെ പോലെ വിശക്കുടുന്ന് പറഞ്ഞാൽ വിരുത്തിരും, കുളിക്കണമെന്ന് പറഞ്ഞാൽ കുളിപ്പിക്കും. അങ്ങനെ കൊണ്ടുനടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ അതിലൊക്കെ തീർന്നിരിക്കുമ്പോഴാണ് GPS ആണ്, സ്ട്രോക്ക് അല്ല, ഗിൽബൻ ബാരി സിൻഡ്രോം, നമ്മുടെ നെർവിനെ ബാധിക്കുന്നത്. അത് ഫുൾ പാരലൈസ് ആയിപ്പോയി. ഫുൾ പാരലൈസ് ആയി പോയിട്ട് ഞാനിതൊരു ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ വെച്ചാണ് ഞാൻ. പക്ഷെ അന്ന് മോള് 10th എക്സാം എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ ഇവിടെ അറിയിച്ചില്ല. ഞാനപ്പോൾ മറ്റേ സിനിമയിൽ കാണുന്ന സ്റ്റൈൽ. അപ്പോൾ എൻ്റെ കൂടെ ഷഹീൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ലോങ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്, അവൻ കുറച്ച് ക്യാരക്ടറൊക്കെ ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോഴും എനിക്ക് ആദ്യം കയ്യിലിങ്ങനെ ഞാൻ വർക്ക് നടത്തൊക്കെ കഴിഞ്ഞെടുക്കുമ്പോൾ ഈ കൈക്കാണ് ബലം പോയത്. പിന്നെ ഞാൻ എന്തോ കുഴപ്പമില്ലാത്ത കാര്യമെന്ന് വെച്ച് പോലീസ് ജീപ്പ് ഓടിച്ചു വരുന്ന സീനാണ്. നിറച്ച് ക്രൗഡാണ്. ഞാൻ സാധാരണ പോലെ തിരിക്കാൻ നോക്കിയപ്പോൾ സ്റ്റിയറിംഗ് തിരിയണില്ല, കൈക്ക് ബലമില്ല. അവിടെ നിന്ന് പിന്നെ മനസ്സിലായി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഫുൾ പാരലൈസ് ആയിപ്പോയി. അതങ്ങനെ കയറി വരും. അന്ന് ഞാൻ അവിടെ ഭാഗ്യമായിട്ടോ, ഞാൻ അന്ന് ആദ്യം അവിടെ ഒരു ഹോസ്പിറ്റലിൽ വൈക്കത്തായിരുന്നു ഷൂട്ട്. അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. അല്ല, വേറെ എവിടെയാണ് അവർ കൊണ്ടുപോയത്. എനിക്ക് പ്രൊഡക്ഷനിൽ തന്നെ പോയി. അത്യാവശ്യം വലിയ ഹോസ്പിറ്റലാണ്. അവർ ചെന്ന് ചോദിക്കുന്നത് BP ഇല്ല, കൊളസ്ട്രോൾ, ഷുഗറില്ല, ഒരു കുഴപ്പമില്ല, അതെന്തെങ്കിലും ആ സമയത്ത് അല്ല BP ഇതായതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുത്താൽ എന്നൊക്കെ പറഞ്ഞ് വിട്ടു. എന്നാൽ പിന്നെ കുഴപ്പമില്ല, ഷൂട്ട് തുടങ്ങി. വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നാളെ ഞാനില്ല. അപ്പം എനിക്ക് തോന്നി ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ വല്ല കുറവായിട്ടായിരിക്കും, 2 ദിവസം തിരുമാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 2 ദിവസം എന്നെ ഒന്ന് മാറ്റി പിടിക്കണം, തീരെ വയ്യാന്നൊക്കെ പറഞ്ഞു. അവരും പ്ലാൻ ചെയ്തു ഓക്കെ ആയിട്ടാന്ന് പറഞ്ഞിരുന്നു. വൈകുന്നേരം പോയി കുളിക്കാൻ വേണ്ടിയിട്ട് ഷവർ ഓൺ ചെയ്തിട്ട് കൈ പൊക്കുമ്പോൾ കൈ പൊന്തണില്ല. അത് കഴിഞ്ഞ് ടോയ്ലറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട്, ഇപ്പം നമ്മളൊരു ഹൈറ്റിൽ ഇരിക്കണമെങ്കിൽ നമുക്ക് എണീക്കാൻ പറ്റും. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് എണീക്കാൻ നോക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല എന്ന് മനസ്സിലായി. ഭാഗ്യത്തിന് കുട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ഷൈൻ വന്നു എന്നെ പൊക്കിയെടുത്തു. അപ്പോഴത്തേക്കും ഇവർ മനസ്സിലായി. അപ്പോഴത്തേക്കും ഞാൻ ബാക്കി എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാരെല്ലാവരും വിളിച്ചു പറയുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് കൊച്ചി പോകണ്ട, തൃശ്ശൂർ വരാം. തൃശ്ശൂരാണെങ്കിൽ നമ്മുടെ മുകേഷ് ചേട്ടൻ്റെ ദിവ്യദർശനും അവരുടെ ദയ ഹോസ്പിറ്റലിൽ
ഡയറക്ട് ബോർഡറിലുള്ളൂ. അപ്പോൾ അവിടെ കുഞ്ചേട്ടനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ ഇന്ന് വരണ്ട, അന്ന് മറ്റേ അമിത്ഷാ വരുന്ന ദിവസം തൃശ്ശൂർ, ഭയങ്കര ട്രാഫിക്കാണ്, നാളെ കാലത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് എടുക്കുമ്പോഴാണ് ഇവ സമ്മതിച്ചില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവനെ വിളിച്ച് ഷെയ്നോട് പറഞ്ഞു, അവനെ വിളിച്ച് വെച്ചുകൊണ്ടിരിക്കരുത്, പണിവാളും പെട്ടു പോകും. പക്ഷേ അന്ന് രാത്രി പോയില്ല. ആ 6 മണിക്കൂറും കൂടി വൈകി ഞാൻ കുറേ കാലം കിടന്നു പോയതിന്. അത് നേരെ രാജഗിരി ചെല്ലുന്നു. അവർക്ക് ചെന്ന വഴി അവർക്ക് കാര്യം മനസ്സിലായി. അവിടെ മെഡിസിൻ ഉണ്ടായിരുന്നു. മെഡിസിൻ അങ്ങനെ അവൈലബിൾ ആണ്, മെഡിസിൻ അല്ല. ഒരു ഇഞ്ചക്ഷൻ 1 ലക്ഷം രൂപ, അങ്ങനെ 10 ഇഞ്ചക്ഷൻ. സോറി, ഒരു ഇഞ്ചക്ഷൻ 1 ലക്ഷം രൂപ, അങ്ങനെ 10 ഇഞ്ചക്ഷൻ. അപ്പോൾ അതിൽ തന്നെ അവേ എന്നായി അത്. പക്ഷേ ആ ട്രീറ്റ്മെന്റ് അപ്പോൾ കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ശരിക്കും എന്നിട്ടും ഡോക്ടർ 6 മാസം കിടക്കേണ്ടി വരുന്ന പറഞ്ഞത്. ഞാനൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ മെല്ലെ എണീറ്റ് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഇതുണ്ടായപ്പോൾ ഇവിടെ അറിയിച്ചില്ല. ഞാൻ നോക്കിയപ്പോൾ കൊച്ചിന് എക്സാമാണ്, അവളെ ടെൻഷനാവും. പപ്പി മമ്മി അന്ന് പെങ്ങളടുത്ത് യൂസ് പോയിക്കാം, ഇവളും പിള്ളേർ മാത്രമേ അവിടെ ഉള്ളൂ. ഞാൻ പറഞ്ഞു എന്ന് വിളിക്കും. ഞാനപ്പോൾ ഹോസ്പിറ്റലാണ്. ഞാൻ പറയും അസുഖം ഷൂട്ടിംഗ് ഉണ്ട്, ഭയങ്കര ടയർഡാണ്, ഞാൻ കിടക്കട്ടെ എന്നൊക്കെ, വെയിലത്തായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരി കിടന്നാലും പറയും. എന്നിട്ട് വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഞാൻ മറ്റേ ഷൈനും ഫ്രണ്ട്സും വേഗം മുകളിൽ കൂടെ ഷർട്ടിട്ടിട്ട് സിനിമ ഷർട്ടൊക്കെ ഇടിപ്പിച്ച് മറ്റേ കട്ടിലിങ്ങനെ പൊന്തുന്ന കണ്ടില്ല, അവിടെ കൊണ്ടിങ്ങനെ ഇരുത്തും. അങ്ങനെ ഇരിക്കും. ക്യാമറ പിടിച്ചിട്ട് വിശേഷമൊക്കെ പറഞ്ഞു. ഓക്കെ, നല്ല ക്ഷീണം, കിടക്കുവാന്ന് പറയും. കഴിഞ്ഞാൽ കഴിഞ്ഞു അങ്ങനെയൊക്കെ. പക്ഷേ ഫ്രണ്ട്സ് ഇവിടുന്ന് എന്തോ സാധനങ്ങളെടുത്ത് വീട്ടിൽ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് വരുമ്പോഴത്തേക്കും പിന്നെ ഇവളെന്തോ വർത്താനത്തിൽ ഇവൾക്ക് കിട്ടി, എന്തോ ഡൗട്ട് അടിച്ചു. പെട്ടെന്ന് എനിക്ക് ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞു അവള്. അങ്ങനെ പിന്നെ അവള് വന്നു. പിന്നെ പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ ക്യാരക്ടർ എന്നിട്ട് ചേട്ടൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ? ആ മൂവി നിന്നുപോയി. ആ മൂവി അവിടെ വെച്ച് ബ്രേക്കായി പോയി. പിന്നെ എൻ്റെ അത് കഴിഞ്ഞെല്ലാം വന്നപ്പോഴത്തേക്കും അവർക്ക് മറ്റെല്ലാം മാറി. പിന്നെ അവിടെ എന്തൊക്കെയോ ഇതായി, പരിപാടി അങ്ങനെ നിന്നുപോയി. ഞങ്ങൾ ചേട്ടന്റെ വീട്ടിലാണുള്ളത്. വീട്ടിൽ വന്ന സ്ഥിതിക്ക് വീട്ടിലുള്ളവരെ കൂടെ കാണാതെ ഇന്റർവ്യൂ നമുക്ക് പറ്റത്തില്ല. എല്ലാരും ഒന്ന് വിളിച്ചു. ഈ ക്യാമറ കൊള്ളുന്ന കൂടുതൽ ആൾക്കാരുണ്ട്. നാളത്തെ തന്നെയാണെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗദർ നടക്കാൻ പോകും. അതെ, സിസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അവള് കുറെ നാൾ കൂടി യുഎസിലാണ്. അപ്പോൾ അവള് വന്നതിന്റെ സന്തോഷത്തിൽ അവളിവിടെ 1 വീക്കേ ഉള്ളൂ. അപ്പോൾ അവള് നമ്മുടെ കസിൻസിന്റെ എല്ലാവരും വീട്ടിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ കഴിഞ്ഞ് ഇവിടെ ഒരു 10-60 പേരുണ്ട് ഞങ്ങള് വീട്ടിൽ തന്നെ, എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിയുമ്പോൾ ഉള്ളവരെ വിളിക്കാം. ശരി, ജയ്സേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഫുൾ ആൾക്കാർ, ഫുൾ ഫാമിലി ആണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? ഇവിടെ എന്തോ ഒരു വലിയ പരിപാടി നടക്കാൻ പോകുന്നുണ്ടോ നാളത്തെ കഴിഞ്ഞ്? അതെ, വലിയ പരിപാടി. എന്റെ പെങ്ങളെ മറ്റേ നമ്മുടെ ബൈബിളില് ധൂർത്തുപുത്രനെ തിരിച്ചു അപ്പൻ മറ്റേ വീടും ഇതെല്ലാം ഒരുക്കി കാത്തിരുന്ന പറഞ്ഞവര് ഞങ്ങളുടെ ധൂർത്തുപുത്രി അമേരിക്കയിൽ നിന്ന് പറഞ്ഞാറും കൂടി അപ്പനെ തിരിച്ചിട്ട് സന്തോഷത്തില് എല്ലാവരും തിരിച്ചു വിരുന്നൊരുക്കുകയാണ്. മൂത്തപുത്രന്റെ റോളാണ് അപ്പോ? ഞാൻ മൂത്തപുത്രൻ, അത് ധൂർത്തുപുത്രി. 5 വർഷം അവൾ ഇപ്രാവശ്യം വരാത്തിൽ ലേറ്റ് ആയി. അപ്പൊ അതുകൊണ്ട് അനിയൻ പിന്നെ ഫാമിലി അടുത്തിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകണ്ട്. ഇവിടെ കുറച്ച് നാളായിട്ട്. അവര് ഓസ്ട്രേലിയയില്. അവർക്ക് 4 മാസം മുമ്പ് വന്നു പോയേ ഉള്ളൂ. ഫാമിലി വന്നു പോയിട്ട് 1 വർഷമായി. എങ്ങനെയുണ്ട് യുഎസിലൊക്കെ ജയ്സേട്ടനെ അറിയുന്ന അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ പെങ്ങളെന്നുള്ള നിലയിലുള്ള ഒരു ജീവിതം എങ്ങനെയുണ്ട്? പിന്നില്ലേ, എല്ലാവർക്കും അറിയാം. എല്ലാരും കാത്തിരിക്കുകയാണ് ചേട്ടനെ അങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞിട്ടുണ്ട്. മലയാളി അസോസിയേഷൻ ഒക്കെ ഉണ്ടോ അവിടെ? ഉണ്ട്. പിന്നില്ലേ, ഞങ്ങള് ഹ്യൂസ്റ്റണിലാണ്, ടെക്സാസ് ഹ്യൂസ്റ്റണിലാണ്. ഒത്തിരി മലയാളീസ് ഉണ്ട്. കേരളം പോലെ ഒരു കൊച്ചു കേരളം തന്നെയാണ്. എംബ്രാന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ചേട്ടൻ ഒരുപാട് കോൾസ് വന്ന പോലെ തന്നെ നിങ്ങളടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കുമല്ലോ എംബ്രാന്റെ അപ്ഡേറ്റ്സ് എന്താന്നൊക്കെ. ആക്ച്വലി ഞാൻ ആ സമയത്തൊക്കെ യാത്രയിലായിരുന്നു. അത് കാരണം എനിക്ക് എത്ര കോൾസ് വന്നു, പക്ഷെ 2-3 കോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ചു പോയി കാണണം അങ്ങനെയൊക്കെ പറഞ്ഞു. അവിടെ ഇറങ്ങുന്ന പടങ്ങളൊക്കെ പോയി കാണാൻ പറ്റാറുണ്ട് ചേട്ടന്റെ പടം? കാണാറുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചു പോയി ഫ്രണ്ട്സ് ഒക്കെ കൂടെ പോയി കാണാറുണ്ട്. അത് ശരി. ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ഈ ചേട്ടൻ ഇങ്ങനെ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും, തൊട്ടുള്ള ആഗ്രഹമാണ്. ഞെട്ടലായി. പിന്നെ വൈഫിന്റെ പേര് എങ്ങനെയാണ്? ഡെയ്സി. അപ്പം ഡെയ്സി മാമിനെ കുറിച്ച് ചേട്ടൻ പറഞ്ഞത് 5 ഡയലോഗ് പറഞ്ഞ ഭാര്യ എന്നാണ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമയിലോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പം? ശരിക്കും ഉള്ളിൽ ഇതുപോലെ തന്നെയാ 5 തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്? ആദ്യമൊന്നും ഭയങ്കര താല്പര്യമില്ലായിരുന്നു, പിന്നെ അഡ്ജസ്റ്റ് ആയി. പപ്പ മമ്മി ഇത് ചെറുപ്പം മുതൽ പറയുന്ന ഒരു ആഗ്രഹമാണ്. പക്ഷെ ദുബായിൽ ഒരു ജോലിയൊക്കെ ഉണ്ട്, ആ ജോലിയൊക്കെ കളഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നത് ഈ സിനിമയിൽ അഭിനയിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ അത് എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവേ സൊസൈറ്റി എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ അച്ഛനോടും അമ്മയോടും ഒക്കെ, എങ്ങനെയായിരുന്നു? പറഞ്ഞില്ല, ഞങ്ങൾക്ക് അത് വിട്ടുപോരുമ്പോ എന്ത് സംഭവിക്കാവോന്നുള്ള വിചാരം. എന്നിട്ട് അത് അടിപൊളിയായിട്ട് വന്നില്ലേ? ഇപ്പൊ ഗുമസ്തനില് നായക വേഷമൊക്കെ ചെയ്തു. അപ്പൊ തിയേറ്ററിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു?
അഭിമാനം. എല്ലാം ഒറ്റ വാക്ക് പപ്പ അടുത്ത് എന്ത് പറയുന്നു? നാട്ടിലൊക്കെ ഇറങ്ങി നടക്കുമ്പോ മോന്റെ പടം കണ്ടു എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ടോ? സ്കൂളിലൊക്കെ എങ്ങനെയാ? അത് പിന്നെ ദുബായില് നല്ലൊരു കമ്പനി നടത്തിയതൊന്നുമല്ലേ, നല്ലൊരു കമ്പനി 50 ജോലിക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന. പെട്ടെന്ന് സിനിമയിലേക്ക് വന്നപ്പോ എനിക്ക് ചെറിയ ഷോക്ക് വന്നു. കുഴപ്പമില്ല. തിയേറ്ററിൽ പോയി ആദ്യമായിട്ട് ആളുടെ മുഖമൊക്കെ കണ്ടപ്പോ അതൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ എന്നെക്കാളും പപ്പയുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് സിനിമയ്ക്ക് പോകണു. അതെ, ഒരു ചിറ്റപ്പൻ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ പപ്പയുടെ ഫ്രണ്ടൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് നമ്മളോട് പറയണ്ട, അവര് പോയി സിനിമയൊക്കെ കാണും. ഇവിടുത്തെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയി കാണുന്നു. അപ്പൊ അവര് ആഘോഷമൊക്കെ ഉണ്ട്. ജയ്സേട്ടന്റെ മൂത്ത പുത്രിയാണ്. അപ്പൊ +2 പഠിക്കുന്നത്. അപ്പൊ എന്തായാലും സിനിമകളൊക്കെ ആരാധിക്കുന്ന അല്ലെ സിനിമകൾ കാണുന്ന ആൾക്കാരാണ് ചുറ്റിനും ഉണ്ടാവും ഉറപ്പായിട്ടും. എമ്പുരാന്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഒരു ഇതെന്തായിരുന്നു? പ്രത്യേകിച്ചും സന്തോഷമുണ്ട്. പോസ്റ്റർ ഫസ്റ്റ് ഇറങ്ങിയപ്പോ ഫ്രണ്ട്സ് ആരെങ്കിലും എന്താ എക്സൈറ്റ്മെന്റോട് കൂടി ചോദിച്ചു, എമ്പുരാന്റെ കഥ വല്ല വീട്ടിൽ വന്ന് പറയാറുണ്ടോ എന്നൊക്കെ ചോദിച്ചോ? ഇല്ലേ? ഞങ്ങൾ ഡാഡി എടുത്ത് പരമാവധി ചോദിച്ചു കഥ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി. പക്ഷെ ഡാഡി വിട്ട് പറയുന്നില്ല. പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് അത്ര പറയാൻ പാടില്ല. എങ്ങനെയുണ്ട് യുഎസിലൊക്കെ? How are you? Good. You watch Malayalam movies? Okay. LA മോളുടെ പേരെന്താണ്? സീറ. What's your name? ഹെന. സോ എല്ലാവരും ഈ ഒരു പടത്തിന് അല്ലെ എമ്പുരാനും അതുപോലെ വരാൻ പോകുന്ന പടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. മോൻ എന്താണ്, മോൻ എന്തോ ഈയിടെ ഒരു വലിയ പരിപാടികളൊക്കെ പങ്കെടുത്തു എന്നൊക്കെ കേട്ടല്ലോ. എന്തായിരുന്നു? MC മിലാൻ ക്ലബിൽ എന്തോ ഫുട്ബോൾ പരിപാടി. ഫുട്ബോളാണ് ഇഷ്ടം? അതേ സിനിമയിൽ അഭിനയിക്കണം? ഫുട്ബോൾ. എന്താ സംഭവിച്ചു കഴിഞ്ഞ ദിവസം? എന്തായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരിപാടി? എന്തായിരുന്നു? കളിപ്പിച്ചു. എന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നോക്കിയോ നന്നായിട്ട് കളിക്കുന്നുണ്ടോ നോക്കിയല്ലേ? എന്നിട്ട് സെലക്ഷൻ കിട്ടിയോ? അപ്പൊ കൺഗ്രാറ്റ്സ്. ഓക്കെ. അപ്പം ഇനി വരാൻ പോകുന്ന പടങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് ഒരുമിച്ച് ജയ്സേട്ടന് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാലോ? റെഡി? 1 2 3. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇങ്ങനെ നിങ്ങൾ കാരണം എന്റെ ഫാമിലിക്ക് ഓൾ ദി ബെസ്റ്റ് ബെല്ലായിട്ട് പറയിപ്പിച്ചു. ഓക്കെ, അപ്പൊ ചേട്ടൻ ഒരു റൗണ്ട് തരാം. ചേട്ടൻ അഭിനയിച്ചിട്ടുള്ള കുറച്ച് പടങ്ങളുടെ പേരുകൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഡയറക്ടേഴ്സിന്റെ പേര് ചേട്ടൻ പറയാം. ഗുമസ്തൻ അമൽ കെ ജോബി പറഞ്ഞ കാര്യം ആദ്യത്തെ നായകനാക്കിയ സിനിമയാണ് അല്ലേ? അതെന്തായാലും ആ ഡയറക്ടറെ മറക്കാൻ പറ്റില്ല. ഗരുഡൻ അത് അരുൺ വർമ്മ. ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ. 2018 ജൂഡ് ആന്റണി. കൊറോണ പേപ്പേഴ്സ്. കാപ്പ പറയേണ്ട കാര്യമല്ലോ. കടുവയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെ. കാവൽ നിതിൻ രഞ്ജിപ്പണിക്കർ. ലൈഫിൽ ഒരുപാട് വേറെ കാര്യം ബന്ധമുള്ളൊരു. അതെ. നായാട്ട് മാർട്ടിൻ ബ്രിക്കാട്ടിൽ. ഓക്കെ, അത് പേരറിയണ്ടല്ലോ കേട്ടോ. ഓപ്പറേഷൻ ജാവ തരുൺമൂർത്തി. കറക്റ്റ്. ഷൈലോക്ക് അജയ് ബ്രദർ. അദ്ദേഹത്തിന് അടുത്തൊരു പടം വരുന്നുണ്ട്. അതെ, അദ്ദേഹം ഞാൻ ലീഡ് ചെയ്യുന്നൊരു പടം. അഞ്ചാം പാതിര. അത് മിഥുൻ ഇമ്മാനുവൽ. ലൂസിഫർ എമ്പുരാനൊക്കെ ചോദിക്കുന്ന മണ്ടത്തരാണ്. ഷിക്കാരി ശംഭു. സുഗീത് എന്നെ സിനിമയിലേക്ക് എത്തിച്ചു. വെളിപാടിന്റെ പുസ്തകം. ലാൽ ജോസ് സാർ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. സിദ്ദിഖ് സാർ. ഗുമസ്തന് ശേഷം നായകനായിട്ടുള്ള പടങ്ങളാണ് കൂടുതലായിട്ട് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? നായക സിനിമകൾ 2 ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്. ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല, വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ക്യാരക്ടർ റോളുകൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന തമിഴ് ചെയ്തിരിക്കുന്ന വില്ലൻ ക്യാരക്ടറാണ്. പിന്നെ തെലുങ്കാണ് വേറൊരു പടം കൺമിറ്റ് അയക്കണത്. അതിനകത്തൊരു 12 മെയിൻ ക്യാരക്ടറിലുള്ള ഒരാളാണ്. ഹീറോ മാത്രമായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല, എല്ലാം ചെയ്യുന്നുണ്ട്. തെലുങ്കിലെ ആ പടം വളരെ വലിയ കാസ്റ്റ് ഉള്ള ഒരു പടമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, അതൊരു വളരെ വലിയ സിനിമ. സോജൻ ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടറാണ്. അത് ഇപ്പോൾ ഷൈൻ ടോമിന് വെച്ചൊരു മൂവി ഇപ്പോൾ തീർന്നിട്ടുണ്ട്. അതിന് മുമ്പ് അദ്ദേഹം ഹിന്ദിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് സഞ്ജയ് ദത്ത്, സൽമാൻ ഖാനൊക്കെ ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ അടുത്താണ് അതിനകത്ത് ഋഷഭ് ഷെഡ്ഡി, സഞ്ജയ് ദത്തുണ്ട്, ബോബി ഡിയോള്, മലയാളത്തിൽ നിന്ന് ഞാൻ, ഷൈൻ ടോം ഒക്കെ ഉണ്ട്. ഓക്കെ, സിനിമയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? സിനിമ കൊച്ചിയിലെ തൊട്ട് എന്താ പറയുക, ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മുടെ ഉള്ളിൽ ഏറ്റവും വലിയ ഡ്രീം അത് തന്നെയായിരുന്നു. ഒരു നടനാവണം എന്നുള്ളത് തന്നെയായിരുന്നു. അതിങ്ങനെ ഒരുപാട് കാലം അതിനുവേണ്ടി ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ മോണോആക്ട്, മിമിക്സ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചാൻസുകളിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. പിന്നെ ദുബായ് ചെന്നു, ആദ്യം ജോലി ചെയ്തു, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുഗീതിനെ പരിചയപ്പെടുന്നത്. സുഗീത് തന്നെ 3 ഡോട്ട്സ് പറയുന്ന സിനിമയിലേക്ക് ആദ്യമായിട്ട് തന്നെ കാസ്റ്റ് ചെയ്യുന്നു.
അങ്ങനെയാണ് ഇൻഡസ്ട്രിയിലേക്കുള്ള വരവ്. പിന്നെയുള്ള പടം എന്ന് പറയുന്നത് മലയാളത്തിൽ തന്നെ വളരെ പേര് കേട്ട ഒരു ഡയറക്ടറോടൊപ്പമാണ്, സിദ്ദിഖയോടൊപ്പമാണ്. അതെ അതെ അതെ. അപ്പൊ അത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ അതെ എന്ന് അതെ. പറയുന്നത്. സിദ്ദിഖയോടൊപ്പം ചെയ്ത പടമാണ് ശരിക്കും. സുഗീതാണ് അവസരം തന്നത് ഷൂട്ടിംഗ് സിനിമയിൽ അഭിനയിക്കാനായി. ഞാൻ നാട്ടിലെത്തിയെങ്കിലും ആദ്യം അഭിനയിക്കുന്നത് സിദ്ദിഖയുടെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞ മൂവിയിലാണ്. കാരണം സിദ്ദിഖയുടെ ബ്രദർ സക്കീർ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ട് അങ്ങനെ പടത്തിൽ അഭിനയിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇക്കടെ പടം പൂജയാണ്, നമുക്കൊന്ന് പോയി ഇക്കനെ കാണാമെന്ന് പറയുന്നു. സിദ്ദിഖാൻ ഞാൻ ദുബായിൽ വന്നപ്പോൾ സക്കീർ പറഞ്ഞിട്ട് പോയി കണ്ടിട്ടുമുണ്ട്. അപ്പോഴാണ് ഇക്ക പറയുന്നത് ഓരോ ക്യാരക്ടറുകളെല്ലാം പോയല്ലോ, നീ സിനിമയിൽ അഭിനയിക്കാൻ വന്നാണല്ലോ, എന്താ ചെയ്യടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലാലേൻ്റെ കൂടെയല്ലേ, ചെറിയ വേഷമാണെങ്കിലും ഒരു സീനില്ലെങ്കിലും കൂടെ നിർത്തുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ വാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വന്ന് അഭിനയിക്കുകയായിരുന്നു. അത് ശരി. അപ്പം ഗുമസ്താനിലേക്ക് വരുമ്പോൾ ഗുമസ്താനിൽ 60 വയസ്സുള്ള പ്രായമുള്ള ആൻഡ്രൂസ് പള്ളിപ്പാടൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചേട്ടൻ ചെയ്തത്. ചേട്ടൻ്റെ പ്രായത്തെക്കാളും വളരെ പ്രായം കൂടുതലുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഒരു പ്രത്യേകതരം മാനറിസംസ് കീപ്പ് ചെയ്യുന്ന വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെ തയ്യാറെടുപ്പ് എന്ന് പറയാൻ പാകത്തിന് അങ്ങനെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും ഉണ്ടായില്ല. പക്ഷെ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ അമലിന് കൃത്യമായൊരു ഇതുണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ നിൽക്കണം, അയാൾ എങ്ങനെ ഇരിക്കണം, അവൻ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും അവൻ്റെ ഇടപെടലാണ് സത്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ 60 വയസ്സ് ഒരു ക്യാരക്ടറായി മേക്കപ്പ് ചെയ്തു, കാര്യങ്ങളൊക്കെ ആയി വന്നു, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എഴുന്നേൽക്കുമ്പോൾ അല്പം സ്പീഡ് കൂടിയ ജിസേട്ട പ്രായം, അല്ലെങ്കിൽ ഒരു ഡയലോഗ് സ്പീഡ് കൂടിയ ജിസേട്ട പ്രായം, അങ്ങനെ ഓരോ എന്നെ അത്രയും ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവും കൂടിയാണ് അത്രയും നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. ജയസേട്ടനെ എപ്പോഴും പൊതുവെ ആളുകൾ കൂടുതലും കണ്ടിട്ടുള്ളത് പോലീസ് വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലുമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? നല്ല വിഷമമുണ്ട്. എങ്ങനെയെങ്കിലും ഞാൻ സത്യത്തിൽ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ഹ്യൂമർ അങ്ങനത്തെ കാര്യങ്ങളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പക്ഷേ എൻ്റെ ഒരു രൂപത്തിൻ്റെയും അല്ലെങ്കിൽ ആളുകൾ കണ്ടുവന്നതിൻ്റെയും സ്ഥിരമായി എന്നെ പോലീസ് വേഷവും അല്ലെങ്കിൽ വില്ലൻ വേഷത്തിലേക്ക് തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് എപ്പോഴും ഒരു നല്ല ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രം ചെയ്യണമെന്നും അല്ലെങ്കിൽ മാറിയുള്ളൊരു കഥാപാത്രം ചെയ്യണമെന്നൊക്കെ. എനിക്കതിന് നന്നായിട്ടൊരു കഥാപാത്രം കിട്ടിയായിരുന്നു. ഒരു അന്ന കരീന എന്ന് പറഞ്ഞ കെ രാജീവ് സാറിൻ്റെ ഒരു സിനിമാ പരമ്പര ഉണ്ടായിരുന്നു, 100 എപ്പിസോഡ്. അത് നമ്മുടെ ഫ്ലവേഴ്സ് ടിവിക്ക് വേണ്ടിയിട്ട്. കാരണം അത് സിനിമ പരമ്പര എന്ന് കൊണ്ട് തന്നെ തുടങ്ങി. അത് നീണ്ടുപോകുന്നൊരു കാര്യമില്ല. കറക്റ്റ് 100 എപ്പിസോഡിൽ തീരുന്ന സ്റ്റാർട്ടിങ്ങിൽ തീരുമാനിച്ചിറങ്ങിയത്. അതിനകത്ത് കലേശൻ എന്ന് പറയുന്നൊരു കഥാപാത്രം നായകനാണ്, പക്ഷെ നായകന്റെ അച്ഛനായിട്ടാണ് കഥാപാത്രം. ശരി, കെവിൻ വധത്തിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു കെവിൻ്റെ അപ്പം. അതെനിക്ക് ഒരുപാട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയത് അതായിരുന്നു. അതുപോലെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ മലയാളത്തിൽ സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ജോണി എസ് എഫ് മാർത്താണ്ഡൻ എനിക്കൊരു അല്പം ഹ്യൂമർ പരിപാടിയുള്ള ഒരു സാധനം തന്നിട്ടുണ്ട്. മാക്സ് എന്ന് പറയുന്ന ഒരു പട്ടിയുടെ പുറകെ ഓടി നടക്കുന്ന ഒരു മനുഷ്യൻ. അത് രണ്ടുമാണ് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയേക്കണം. പക്ഷെ കുറേ കൂടി അങ്ങനത്തെ പരിപാടികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പോലീസ് വേഷത്തിന് രക്ഷപ്പെടാൻ ഞാൻ താടി വളർത്തി നടക്കണം. കാരണം സ്ഥിരം പോലീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പോലീസ് വേഷം ചെയ്യുന്നതുകൊണ്ട് എതിർപ്പുണ്ടായിട്ടല്ല കേട്ടോ. സ്ഥിരമായിട്ട് നമുക്ക് വരുന്ന പോലീസ് ഒന്നും ചെയ്യാനില്ല, വെറുതെ ആ മസിൽ പിടിച്ച് പോടാ നിക്കടാ ഇടിക്കടാ ഈ സാധനം മാത്രം. അതോ മുഖത്തൊന്നും ഒരു മാറ്റവും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് തോന്നുന്നു ഒന്ന് മാറി പിടിക്കാൻ. അപ്പോൾ അങ്ങനെ തോന്നാറുണ്ട്, ആഗ്രഹമുണ്ട്. ഷാജി കൈലാസ് സാറിന്റെ ഒരു പ്രിയപ്പെട്ട വില്ലനാണെന്ന് തോന്നുന്നു. ഇപ്പൊ അടുത്ത് കടുവയിലും ഒക്കെ ആ ഒരു വില്ലൻ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് പവർ കൊടുക്കുന്നത് വില്ലന്റെ അത്രയും ഒരു സ്ട്രെങ്ത് ആണ്. അതെ അതെ. സാറ് ഞാൻ കടുവയിലാണ് ആദ്യം ചെയ്തത്. പിന്നെ കാപ്പ ചെയ്തപ്പോഴും സാറിനെ വിളിച്ചു. പിന്നെ അദ്ദേഹത്തിന് അന്നോട്ട് പരിചയപ്പെട്ടത്. പിന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വലിയ സപ്പോർട്ടാണ് എൻ്റെ ലൈഫിൽ. എൻ്റെ വലിയ മാറ്റങ്ങൾക്കൊക്കെ കാരണക്കാരൻ അദ്ദേഹമാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ സിനിമയിൽ പോസ്റ്റർ ഇടുന്നത് ആദം എന്ന് പറയുന്ന മൂവിയിലാണ്. അത് ഞാൻ പൃഥ്വിരാജിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. പിന്നെ കടുവയിലെ ഫൈറ്റാണ് എന്നെ അത്രയ്ക്കും ഇതായത്. പിന്നെ പുള്ളിയുടെ പേജിൽ കൂടെ അത് റിലീസ് ചെയ്ത് ഫൈറ്റ് സെപ്പറേറ്റ് വിട്ടു. അതിന് ഭയങ്കര വ്യൂവേഴ്സ് ഉണ്ടായി, നല്ല പേര് കിട്ടി. അതുപോലെ ലൂസിഫറാണല്ലോ ജീവിതം മാറ്റിമറിച്ചത്. ആ ഒരു ലാലേട്ടനോടുള്ള ഇൻട്രോ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ എമ്പുരാനിലും തന്നു. അത് എമ്പുരാനിൽ തന്നതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തിട്ട് ആദ്യത്തെ പോസ്റ്റർ ഇറക്കിയത് എൻ്റെ ആയതുകൊണ്ട് എല്ലാവരും എമ്പുരാൻ്റെ വാർത്തകൾ കാത്തിരുന്ന സമയത്ത് ആദ്യം ഇടുന്ന എൻ്റെ മുഖമായിരുന്നു. അതും ഭയങ്കരമായിട്ട് എനിക്ക് റീച്ച് കിട്ടി. ആ ഒരു ദിവസം എൻ്റെ ഫോൺ എനിക്ക് നിലത്ത് വയ്ക്കാൻ പറ്റിയിട്ടില്ല, അത്രയ്ക്കും. കാരണം എല്ലാവരും അത്രയും വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയല്ലേ. പൃഥ്വിരാജ് കാരണമാണ്, അല്ലെങ്കിൽ രാജുവിനെ മോദിനെ സപ്പോർട്ട് ചെയ്ത് ജിനു അബ്രാഹം എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടാണ്, രാജുവിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. ജിനുവാണ് രാജുവിനെ പരിചയപ്പെടുത്തുന്നതും. ആ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നെ അറിയുന്നത് അവിടെ നിന്ന് അങ്ങനെ ജിനു ത്രൂ ആണ്. അങ്ങനെയാണ് ആ ഒരു ഇത്. സാറ് ഇപ്പോൾ സാറിൻ്റെ മോനും എന്നെ വെച്ചൊരു മൂവി ചെയ്യാൻ പോവാണ്. അങ്ങനെ സാറിൽ നിന്ന് സാറിൻ്റെ ജഗനിലേക്ക്
ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് ഞാൻ അടുത്ത് ചെയ്യുന്നത്. ഞാൻ ലീഡ് റോൾ ചെയ്യുന്നു. അപ്പം ജയ്സേട്ടൻ എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാരെയും ഇരുത്തി ഇങ്ങനെ ഒരു അല്ലെ, ജയ്സേട്ടനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ, ജയ്സേട്ടന്റെ ഫാമിലി കൂടെ കാണാൻ പറ്റി. അപ്പം തിരിച്ചു അതുപോലെ ഒരുപാട് സന്തോഷം. എൻ്റെ കുടുംബത്തെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ ഇത്രയും വിലപ്പെട്ട സമയത്ത് ഉൾക്കൊള്ളിച്ചതിന് താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.